നമസ്കാരം. ഗാന വിഭജിക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ വരിശകളാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സീനിയർ പാഠങ്ങൾ കൂടി ഇടണം എന്ന്. അപ്പോൾ വരും ദിവസങ്ങളിൽ വരിശകളുടെ ബാക്കി പാഠങ്ങൾ ഇടുന്നതായിരിക്കും. ഇന്ന് ആദ്യത്തെ ഗീതം, അതായത് വരിശകൾ എന്ന് പറയുന്ന ആദ്യത്തെ ലെസൺ, പിന്നെ അത് കഴിഞ്ഞ് ജണ്ടവരിശകൾ, പിന്നെ അലങ്കാരങ്ങൾ, മധ്യസ്ഥായി വരിശകൾ, പിന്നെ താരസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു ലെസണാണ് ഗീതങ്ങൾ. അപ്പോൾ ആ ഗീതങ്ങൾ പഠിക്കുമ്പോൾ അതിനു മുമ്പ് കുറച്ച് തിയറിയുണ്ട്. അതായത് അടിസ്ഥാന പാഠങ്ങളെല്ലാം വരുന്നത് മായ, മാളവ, ഗൗള രാഗത്തിലാണെന്നറിയാമല്ലോ. ഇനി മുതൽ രാഗങ്ങൾ മാറും. ഓരോ ഗീതത്തിനും ഓരോ രാഗമാണ്. അത് കഴിഞ്ഞ് വർണ്ണങ്ങൾ വരുമ്പോൾ വർണ്ണത്തിലും ഓരോ രാഗങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ രാഗങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് മായ, മാളവ, ഗൗള രാഗമാണ്. അതായത് ഈ രാഗങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒരു വിഭാഗത്തെ മേളകർത്ത രാഗങ്ങളെന്നും ഒരു വിഭാഗത്തെ ജന്യരാഗങ്ങളെന്നും പറയുന്നു. അപ്പോൾ ഞാൻ ഈ മായാമാളവ ഗൗള എന്ന രാഗം കഴിഞ്ഞിട്ട് പിന്നെ പരിചയപ്പെടുന്ന രാഗമാണ് അടുത്തത്. അപ്പം അതിനു മുമ്പ് കുറച്ച് തിയറി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടുത്ത പാഠങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതായത് രാഗങ്ങളെ പൊതുവെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരു വിഭാഗത്തെ മേളകർത്ത രാഗങ്ങളെന്നും അടുത്ത വിഭാഗത്തെ ജന്യരാഗങ്ങൾ എന്നുമാണ് പറയുന്നത്. ഇനി മേളകർത്ത രാഗങ്ങൾ എന്താണ്, ജന്യരാഗങ്ങൾ എന്താണ്? മേളകർത്ത രാഗങ്ങൾ എന്നാൽ സ്വരങ്ങൾ പൂർണ്ണമായിരിക്കും, എല്ലാ സ്വരങ്ങളും വരുന്നതാണ്. എന്നാൽ ജന്യരാഗങ്ങളിൽ എല്ലാ സ്വരങ്ങളും കാണത്തില്ല. അതുപോലെ തന്നെ മേളകർത്ത രാഗങ്ങളിൽ ആരോഹണ അവരോഹണം സെയിം ആയിരിക്കണം. അതായത് ആരോഹണത്തിൽ വരുന്ന അതേ സ്വരസ്ഥാനങ്ങളായിരിക്കണം അവരോഹണത്തിൽ. ഇപ്പം ഞാൻ ഇടയ്ക്ക് സ്വരസ്ഥാനം എന്ന് പറഞ്ഞു. സ്വരസ്ഥാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി പറയാം. അതായത് നമ്മുടെ ആരോഹണ അവരോഹണത്തിൽ, അതായത് സരിഗമ പദനിസ സനിധപ മകരിസ, ഇതിൽ സ പ സ അവോയ്ഡ് ചെയ്താൽ പിന്നെ രിഗമദനിയാണ് ആണല്ലോ. അപ്പോൾ അതിൽ സ പ സ എന്നീ 3 സ്വരങ്ങളെ പ്രകൃതി സ്വരങ്ങൾ എന്ന് പറയുന്നു. അതിന് മാറ്റമില്ല ഒരിക്കലും. അത് കഴിഞ്ഞ് സ കഴിഞ്ഞാൽ പിന്നെ റിയാണ്. രി ചെറുതുണ്ട് വലുതുണ്ട്, ഗ ചെറുതുണ്ട് വലുതുണ്ട്, മ ചെറുതുണ്ട് വലുതുണ്ട്, പ മാറ്റമില്ല, ധ ചെറുതുണ്ട് വലുതുണ്ട്, നി ചെറുതുണ്ട് വലുതുണ്ട്. ഇതിനെ സംഗീത ഭാഷയിൽ പറയുമ്പോൾ സജ്ജം, ശുദ്ധ ഋഷഭം, ചതുശ്രുതി ഋഷഭം. അതായത് ചെറിയ രീക്ക് ശുദ്ധ ഋഷഭം, വലിയ രീക്ക് ചതുശ്രുതി ഋഷഭം. ചെറിയ ഗായ്ക്ക് സാധാരണ ഗാന്ധാരം, വലിയ ഗായ്ക്ക് അന്തരഗാന്ധാരം. ചെറിയ മായ്ക്ക് ശുദ്ധമധ്യമം, വലിയ മായ്ക്ക് പ്രതിമധ്യമം, പിന്നെ പഞ്ചമം മാറ്റമില്ലല്ലോ. പിന്നെ ദ, ചെറിയ ദായ്ക്ക് ശുദ്ധ ദൈവതം, വലുതിന് ചതുശ്രുതി ദൈവതം. ചെറിയ നീക്ക് കൈശികി നിഷാദം, വലിയ നീക്ക് കാക്കലി നിഷാദം എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മായ മാളവ ഗൗളരാഗം എടുക്കാം. മായ മാളവ ഗൗളരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് സായ, ചെറിയ രി, വലിയ ഗ, ചെറിയ മ, പായ, ചെറിയ ധ, വലിയ നി, സ. അതായത് മായാമാളവ ഗൗളരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് സായ, സജ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകലി, നിഷാദം. അപ്പോൾ എല്ലാ രാഗത്തിനും ആരോഹണ അവരോഹണം ഉണ്ട്. ഈ ആരോഹണ അവരോഹണം എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്നാൽ അതിനകത്ത് എന്തൊക്കെ സ്വരങ്ങളാണ് വരുന്നത്, ഏതൊക്കെ സ്വരസ്ഥാനമാണ് എന്ന് അറിയാനെ കൊണ്ടാണ് ഈ രാഗങ്ങൾക്ക് ആരോഹണ അവരോഹണം വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് മായാമാളവ ഗൗളരാഗത്തിൻ്റെ സ്വരസ്ഥാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജന്യരാഗങ്ങൾ എന്നാൽ എല്ലാ സ്വരങ്ങളും കാണത്തില്ല. അതിനുദാഹരണമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന മലഹരി.
മലഹരി രാഗത്തിന് എല്ലാ സ്വരങ്ങളുമില്ല. അതിൻ്റെ ആരോഹണ അവരോഹണം എന്നാൽ സരി മ പ ദ സാ സാദ പ മ ഗ രി സ. അപ്പോൾ അതുപോലെ തന്നെ മായാമാളവുകളുടെ ആരോഹണ അവരോഹണം ഒന്നുകൂടെ പാടാം. സരി ചെറിയ രി, സായോട് ചേർന്ന് രീ വരുന്നു. ഗ വലുത്, മാ ചെറിയ മാ അത് വലിയ മാ, പ ദ ചെറിയ ദ, നീ വലിയ നീ, സ. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ആ മായാമാളവകളുടെ സ്വരസ്ഥാനം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാനെ കൊണ്ടാണ്. അപ്പോൾ ഇനി ജന്യരാഗങ്ങൾ, അതിൽ ഞാൻ പറഞ്ഞു സ്വരങ്ങൾ പൂർണ്ണമല്ലാതെ വരുന്ന രാഗങ്ങളെ ജന്യരാഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന മായാമാളവകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പരിചയപ്പെടാൻ പോകുന്ന രാഗമാണ് മലഹരി. മലഹരി രാഗം ജന്യരാഗമാണ്. അതിൻ്റെ ആരോഹണ അവരോഹണം സരിമ പദസ സദപ മഗരിസ. ഇത് ഇതിൻ്റെ മേളകർത്ത രാഗം മായാമാളവ ഗൂഢരാഗമാണ്. അതായത് മായാമാളവ ഗൂഢരാഗത്തിൽ നിന്നും ഉണ്ടായ രാഗമാണ്. അതായത് മായാമാളവകളുടെ അതേ സ്വസ്ഥാനങ്ങൾ തന്നെ ഈ മലഹരിക്ക് കാണും, ഉള്ള സ്വരങ്ങൾ. അപ്പോൾ മലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം ഒന്നുകൂടെ പാടാം. സരി മ പ ദ സാ സാദ പ മ ഗ രി സ. അപ്പോൾ ഈ അടിസ്ഥാന പാഠങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുരന്ദരദാസറാണ്. ഈ ഗീതവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുരന്ദരദാസർ ആണ്. അപ്പോൾ ഇനി ഈ മേളകർത്ത രാഗങ്ങൾ എന്താണ്, ജന്യരാഗങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അത് അടുത്ത ക്ലാസ്സുകളിൽ ഒന്നുകൂടെ പറയുന്നതാണ്. അപ്പോൾ മലഹരി രാഗത്തിൻ്റെ സ്വസ്ഥാനങ്ങളാണ് സായ, ചെറിയ രി, ചെറിയ മാ, രി കഴിഞ്ഞ് ഗ ഇല്ല, പിന്നെ മായാണ് ചെറിയ മാ, പായ ചെറിയത, സ. തിരിച്ച് ഗ മാത്രം വലുത്, അതായത് അവരോഹണത്തിൽ ഗായുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ രാഗത്തിന് ഒരേ ഒരു സ്വരം മാത്രമേ ഉള്ളൂ വലുത്, അതായത് ഗാന്ധാരം ഗ. അതുപോലെ തന്നെ ഇത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളുമാണ്. സരി മ പ ദ 5. അപ്പോൾ അതിനെ ഔഡവം എന്ന് പറയും. തിരിച്ച് 6 സ്വരം ഉണ്ടാവും, അപ്പോൾ അത് 6 സ്വരമുണ്ട്. അപ്പം അതിനെ ഷാഡവം എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഔഡവ ഷാഡവ രാഗം ആണ്. ഓക്കെ, അപ്പോൾ ഈ തിയറി ഒന്ന് ശരിക്ക് റിവ്യൂ ചെയ്ത് കേൾക്കണം. അപ്പോൾ മലഹരി ഗീതത്തിൻ്റെ ആദ്യത്തെ സ്വരം താളം രൂപകമാണ്. അത് 1 2 3 2 കള രൂപക താളമാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ സ്വരമാണ് പഠിക്കുന്നത്. അതായത് സ്വരവും സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പാടാം എന്നുള്ളതിനുള്ള ഒരു പാഠങ്ങളാണ് ഈ സ്വരജതി, അതായത് ഗീതം, വർണ്ണം എന്നിങ്ങനെയുള്ളത്. അപ്പോൾ ആദ്യം സ്വരം പഠിക്കുന്നു, അതുപോലെ തന്നെ സാഹിത്യം നമ്മൾ പാടുന്നു. അപ്പോൾ അതിൻ്റെ സ്വരസ്ഥാനം മാറത്തില്ല. അപ്പോൾ ആദ്യത്തെ ലൈൻ മ പ ദ സ സരി രി സ ദ പ മ പ രി മ പ ദ മ പ ദ പ മ ഗ രി സ മ പ. ഒന്നുകൂടെ പാടും. അടുത്ത രണ്ടാമത്തെ ലൈൻ സരി മ ഗ രി സരി ഗ രി സ രി മ പ ദ മ പ ദ പ മ ഗ രി സ. ഒന്നുകൂടെ പാടും. എന്നിട്ട് സരിമാഗരി സരിഗരി സ പാടി നിർത്തും. സരി മ ഗ രി സരി ഗ രി സ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മേളകർത്ത രാഗങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു.
മേളകർത്ത രാഗങ്ങൾ ആകെ 72 അതിനെല്ലാത്തിനും ഓരോ നമ്പറുണ്ട്. ഉദാഹരണത്തിന് 15ാമത്തെ മേളകർത്ത രാഗമാണ് മായാമാളവഗൗള. ഈ 15ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവഗൗള അതിൽ നിന്നുണ്ടായ രാഗമാണ് മലഹരി. അതിൻ്റെ ജന്യരാഗമാണ് മലഹരി. ഓക്കെ. അപ്പം അതുപോലെ ഇനി അടുത്ത ക്ലാസ്സിൽ സാധകം ചെയ്യുന്ന രീതികൾ ഒന്നൊക്കെ പറഞ്ഞു തരും. അതുപോലെ വർണ്ണങ്ങൾ ഇനി എടുക്കും. കാര്യം ബേസിക് പാഠങ്ങളിൽ ഓരോ നമ്പറിട്ടാണ് വരുന്നത്. വരിശകൾ പാടുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. വരിശകൾ പഠിക്കുന്നവർ ഇത് പഠിക്കണമെന്നില്ല. ഓക്കെ. അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. അടുത്ത ക്ലാസ്സിൽ സാഹിത്യം എടുക്കുന്നതായിരിക്കും. പിന്നെ അതിനു മുമ്പ് വരിശകളുടെ വീഡിയോ ബാക്കി ഇടുന്നതുമായിരിക്കും. പിന്നെ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ വർണ്ണം ഏതിലും ഒരെണ്ണം തുടങ്ങും. ഓക്കെ. പക്ഷേ ക്രമമായിട്ട് പഠിച്ചു വരേണ്ടത് വരിശകൾ, അത് കഴിഞ്ഞ് ജണ്ടവരിശകൾ, അലങ്കാരങ്ങൾ, അങ്ങനെയാണ് പഠിച്ചു വരേണ്ടത്. അപ്പോൾ ഇത് വരിശകളും ജണ്ടവരിശകളും മധ്യസ്ഥായി വരിശകളും ഒക്കെ പഠിച്ച കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമുള്ള പാഠമാണ് ഗീതം. ഓക്കെ.